കാസർകോട്ടെ EVM ഹാക്കിംഗ് തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലെത്തിക്കാൻ BJPയുടെ നീക്കം. ഉദുമ കാസർഗോഡ് മണ്ഡലങ്ങളിലെ EVM ഹാക്കിങ്ങിനായി കോൺഗ്രസ് നേതാവ് BM ജമാൽ പണം വാങ്ങിയെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി ഗുരുതരമായ കുറ്റമാണെന്നും അന്വേഷണം ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. EVM ഹാക്കിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള അലയൊലികൾ ഇപ്പോഴും പൂർണ്ണമായി അടങ്ങുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് കാസർഗോഡ് നിന്ന് കാണാൻ സാധിക്കുന്നത്. 3 മുന്നണികൾക്കകത്തും അതിൻ്റെ പ്രധാന നേതാക്കൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ആരോപണങ്ങളും കരിനിഴൽ പോലെ കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ BJP വലിയ ഒരു ആരോപണം അല്ലെങ്കിൽ വെല്ലുവിളിയുമായി മുന്നോട്ടേക്ക് വരികയാണ്. ഈ സംഭവം കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു വിവാദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി തീർച്ചയായും ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം തന്നെയാണ് BJPയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് എത്രത്തോളം അതിനെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് ഇലക്ഷൻ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ അണികളായിട്ടുള്ള ഇവരും അതേപോലെ EVM മെഷീൻ ആക്കാക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ടു BJP ആക്കിയിട്ടുണ്ട്. ഒന്നും നമ്മളെ മോളും അവർ പരാതി കൊടുത്തുകൊണ്ട് നമ്മളെ താഴെ കൊണ്ടുവരാൻ വേണ്ടി BJPയെ താഴെ കൊണ്ടുവരാൻ വേണ്ടി ഇത്രത്തോളം ഇല്ല ഈ പണം കൊടുത്തുകൊണ്ട് ഹാക്കാക്കാത്ത രീതിയിൽ നമ്മൾ വോട്ട് നമുക്ക് കിട്ടണം എന്ന രീതിയിൽ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. എനിക്ക് വളരെ ഇതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പരസ്യമായ പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിലൊന്നും തന്നെ വന്നില്ലെങ്കിലും ഇപ്പോൾ കാസർഗോഡ് MP കൂടിയായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് തീർത്തും വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ എന്തായാലും സംഘടനയ്ക്കകത്ത് നടന്ന ചർച്ചകൾ പുറത്തേക്ക് കൊണ്ടുവന്ന നേതാക്കൾ അത് തീർച്ചയായും ഒരു നിയമ നടപടികളിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് തന്നെ പറയുന്നു. ഞാൻ തിങ്കളാഴ്ച രേഖാമൂലം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കും. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. കാരണം ഈ പറയപ്പെടുന്ന വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. CPMന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ ആരും തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ച MV ജയരാജൻ മാത്രമാണ് ഈ സംഭവത്തെക്കുറിച്ച് നിയമ നടപടി വേണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നുള്ള സൂചനകളൊക്കെ തന്നെ പറഞ്ഞു വെച്ച് പോയിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് LDF ക്യാമ്പ് ഇപ്പോഴും നിശബ്ദരായി തുടരുന്നു എന്നുള്ള ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.